ഇത്തരത്തിലുള്ള കക്ഷികൾ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നാൽ അത് ബെർമുടയാകും. അത് UDF-നോട് ചേർന്നാൽ അത് വള്ളിക്കുള്ള പ്രശ്നം. കാര്യം കഴുത പറഞ്ഞാലും കേൾക്കണല്ലോ. ശത്രുവേട്ടൻ പറഞ്ഞത് കാര്യാ. ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, ഇപ്പൊ PDP ആർക്കാ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്? LDF വേണ്ടാന്ന് പറഞ്ഞോ? എന്താ പറയാ? ഈ കടം തീർത്താ തീരൂ. ഇവിടെ അതൊന്നുമല്ല പ്രശ്നം. ഇസ്ലാമി മതരാഷ്ട്രവാദം ഉന്നയിച്ചു, മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന VD സതീശന്റെ പ്രസ്താവന ഈ സൈസ് വൃത്തികെട്ട ശബ്ദം ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്തതുകൊണ്ട് ചോദിക്കുക, താൻ ഏതാ? ശരിയാണ് എന്ന് പറയാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു നേതാവ് തയ്യാറാവുന്നുണ്ടോ? ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. മലയാളത്തിൽ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം എന്നാണ് മലപ്പുറത്തെ മനുഷ്യർ ചോദിക്കുന്നത്. ഏത് ശാസ്ത്രം? ഭൂമിശാസ്ത്രം. അതിന്റെ പേരൊക്കെ ഇപ്പൊ ഓർമ്മിച്ചുകൊണ്ടിരിക്കാൻ പറ്റൂ. മലപ്പുറത്തെ മനുഷ്യർ എന്ത് ചോദിക്കുന്നു ഞങ്ങൾക്കറിയാം. CPM ചോദിക്കുന്നതിനെ കുറിച്ച് മാത്രം താങ്കൾ പറഞ്ഞാൽ മതി. അത് പറയാ താനാരാടോ? 2-3 ദിവസം ക്ഷമിക്കുന്നു. എന്തിനാ പാപ്പ ഇങ്ങനെ ദൈവത്തിന് നിരക്കാത്ത വർത്താനം പറയുന്നേ? മലപ്പുറത്തെ മനുഷ്യരുടെ മൊത്തം ഉത്തരവാദിത്വം അട്ടപ്പേർ അവകാശമൊന്നും CPM-ന്റെ പ്രതി ഏറ്റെടുക്കേണ്ടതില്ല. നിങ്ങൾ എന്തിനാണ് നിലമ്പൂരിലെ മനുഷ്യരെ പിടിക്കുന്നത്? നിങ്ങൾ CPM-ന്റെ കാര്യം പറഞ്ഞ പോലെ നിലമ്പൂരിലെ മനുഷ്യരുടെ മുഴുവൻ അട്ടപ്പേർ അവകാശം ഏറ്റെടുക്കാൻ ഇല്ലാത്ത പരിചയം കാട്ടി ഓരോരോ ഹമാറുകൾ വലിഞ്ഞു കയറും കേരളക്കാരെ പറയിപ്പിക്കാൻ. ഒരു തെറ്റ് പറ്റിപ്പോയി, ഇനി ആവർത്തിക്കാതിരുന്നാ മതിയല്ലോ. അന്തസ്സായ അഭിപ്രായം പറഞ്ഞത് എന്തു തെളിവ് എന്ന പ്രതിപക്ഷ നേതാവിനെ 1000 തവണ വെല്ലുവിളിക്കുന്നു. ചുണയുണ്ടോ? അയാൾ പറഞ്ഞ മനസ്സിലായ ഇങ്ങനെയും പൊങ്ങച്ചൻ പറയുന്നു. അതങ്ങനെ അല്പന ഐശ്വര്യം കിട്ടി അർദ്ധരാത്രിക്ക് കൊട പിടിക്കുന്നു. അപ്പോ LDF-നെ പിന്തുണച്ചുകൊണ്ടിരുന്നപ്പോഴെല്ലാം അവർ മതരാഷ്ട്രവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് LDF-നെ പിന്തുണച്ചതെന്ന് CPM-ന്റെ പ്രതികൾ സമ്മതിക്കുകയാണ്. കുറെ കാലമായി ഞാൻ സഹിക്കുന്നു. ഇനി ഇതുപോലുള്ള വൃത്തികേടും കാണിച്ച് എന്റെ പിറകെ നടന്നാലുണ്ടല്ലോ. അവർ മതരാഷ്ട്രവാദികളാണ് നിങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ചേർന്നപ്പോഴും അവർ മതരാഷ്ട്രവാദികളായിരുന്നോ എന്നുള്ള ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയാം. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. പങ്കെടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളാണ്. കൂവാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്കത് അങ്ങനെ തന്നെ പോവാം. എല്ലാരും വിളിച്ചു. അല്ല, അങ്ങനെ വിചാരിക്കണ്ട. അല്ലല്ല, അങ്ങനെ കൂവല് കേട്ടോണ്ട് നിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യം. എനിക്ക് വയസ്സായി. ഇനിയുള്ള തലമുറയെ പിടിച്ചു നിർത്താനുള്ള കെൽപ്പ് ശങ്കുനുണ്ടാവും തോന്നുന്നില്ല. ഇതൊരു ഹൈ വോൾട്ടേജ് കൈവച്ചാൽ അപ്പൊ ചേട്ടൻ തറയാണല്ലേ?